UAE ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. UAEയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിദ്യാഭ്യാസ മന്ത്രാലയം UAEയിലുടനീളമുള്ള സ്കൂളുകൾക്ക് ഇത്തവണ ശൈത്യകാല അവധി പ്രഖ്യാപിച്ചതോടെ പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് ആശ്വാസം. നേരത്തെ 3 ആഴ്ച നൽകിയ ശൈത്യകാല അവധി ഈ വർഷം 4 ആഴ്ചയിലേക്ക് നീട്ടിയതോടെ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല ഒരു അവസരമാണ്. കൂടാതെ നേരത്തെ ഇറക്കിയ അക്കാദമിക് കലണ്ടറിൽ ശൈത്യകാല അവധി പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും തീയതികൾ അവധിക്ക് 2 മാസം മുന്നേ പ്രഖ്യാപിച്ചതിനാൽ വിമാന ടിക്കറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യാനും യാത്രകൾ പ്ലാൻ ചെയ്യാനുമുള്ള സമയവും ലഭിക്കുന്നു. ഡിസംബർ 8 മുതൽ ജാനുവരി 4 വരെയാണ് അവധി. എന്നാൽ ചില ഇന്ത്യൻ കരിക്കുലം സ്കൂളുകൾക്ക് ജാനുവരി 2 വരെയാണ് അവധി. ഇത് കേരളത്തിലേക്കും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും 1 മാസത്തോളം നീളുന്ന യാത്രകൾക്കായി പ്ലാൻ ചെയ്യാൻ മികച്ച അവസരം കൂടിയാണ് നൽകുന്നത്. കൂടാതെ കുട്ടികളുടെ പഠനം മുടങ്ങാതെ തന്നെ കുടുംബത്തോടൊപ്പം നാട്ടിൽ ചെലവഴിക്കാൻ ഈ മുൻകൂർ അറിയിപ്പ് ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് മിക്ക രക്ഷിതാക്കളും അഭിപ്രായപ്പെടുന്നത്. നേരത്തെ തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് വഴി ഒരുപാട് നേട്ടങ്ങളുണ്ട്. ശൈത്യകാല അവധി, പ്രത്യേകിച്ച് ക്രിസ്മസ്, പുതുവത്സര സമയങ്ങൾ വിമാന ടിക്കറ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സമയമാണ്. അതിനാൽ ടിക്കറ്റ് വില കുതിച്ചുയരുന്ന ഈ സമയത്ത് ടിക്കറ്റുകൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് പണം ലാഭിക്കാവുന്നതാണ്. അവധി തീയതികൾ പ്രഖ്യാപിച്ച ഉടൻ തന്നെ നിരവധി ആളുകൾ യാത്രകൾ പ്ലാൻ ചെയ്തതിനാൽ നിരവധി ആളുകൾ വിമാന ടിക്കറ്റുകൾ ഉടൻ തന്നെ ബുക്ക് ചെയ്തതായും UAEയിലെ ട്രാവൽ ഏജൻസികൾ പറയുന്നു. കൂടാതെ നേരത്തെ ബുക്ക് ചെയ്യുന്നത് വഴി വലിയ ഒരു തുക തന്നെ ലാഭിക്കാമെന്നും വ്യക്തമാക്കുന്നു. കൂടാതെ അവധി തുടങ്ങുന്ന ഡിസംബർ 8, അവസാനിക്കുന്ന ജാനുവരി 4 എന്നീ ദിവസങ്ങളിൽ യാത്ര ചെയ്യാതെ തിരക്ക് കുറഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നതും തിരക്കുകൾ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ 1 മാസത്തെ യാത്രാ ചെലവുകൾ, നാട്ടിലെ മറ്റ് ചെലവുകളും എല്ലാം മുൻകൂട്ടി കണക്കാക്കി ഒരു ബജറ്റ് പ്ലാൻ ഇപ്പോൾ തന്നെ തയ്യാറാക്കാവുന്നതാണ്. UAEയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ കുറയുന്നു. ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് നിലവിൽ ടിക്കറ്റുകൾ ലഭ്യമാകുന്നത്. കൂടാതെ ചില റൂട്ടുകളിൽ കേരളത്തിലേക്ക് 155 ദിർഹം മുതൽ 220 ദിർഹം വരെ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണെങ്കിലും യാത്രക്കാർ ഇല്ലാത്തത് ഒരു പ്രതിസന്ധിയായി തുടരുന്നു. സാധാരണയായി ബുക്കിംഗ് തിരക്ക് ഉണ്ടാകേണ്ട ഈ സമയത്ത് എന്തുകൊണ്ടാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നതെന്നും ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വരുന്ന ചില നിയമങ്ങളും ഇതിന് കാരണമായതായും യാത്രാ വിദഗ്ധർ വ്യക്തമാക്കുന്നു. വേനൽക്കാല അവധിക്ക് ശേഷം സെപ്റ്റംബർ മാസത്തിൽ വിമാന ടിക്കറ്റുകൾക്ക് ഡിമാൻഡ് കുറയുന്നത് ഒരു പതിവാണ്. എന്നാൽ ഇത്തവണ വിമാന ടിക്കറ്റ് വില കുറഞ്ഞിട്ടും യാത്രക്കാർ കുറവായതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നാണ് പലരുടെയും സംശയം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.